ഇറാൻ യുദ്ധം നിർത്താൻ താല്പര്യമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധന എന്ന് പറയുന്ന താൽക്കാലിക യുദ്ധവിരാമം നടത്താം, ഇറാനെ കുറച്ചു ദിവസത്തേക്ക് ആക്രമിക്കുന്നില്ല, നമുക്ക് ചർച്ചയാകാം എന്ന രീതിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന വാക്കിന് വിലയില്ലാത്തവനാണെന്നും നെറികേട് കാണിക്കുന്നവനാണെന്നും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടം അതിലൊന്നും വീണില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പാളിച്ചകൾ പറ്റിയിരിക്കുന്നു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്കും ഇസ്രയേലിനും ഒരു റിഫ്രഷ്മെന്റ് എന്ന രീതിയിലേക്ക് സൈനിക ബലം ശക്തിപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചിട്ട് പിന്നെ ഇറാനെ ബ്ലോക്ക് ചെയ്യുക, അത് തന്നെയാണ് അമേരിക്കയുടെ പിന്നിലെ പദ്ധതി എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ ആഞ്ഞു ചവിട്ടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഒരു ഉറപ്പ് വേണം, ഉടമ്പടി വേണം. അമേരിക്ക ഇനിമേൽ ആക്രമിക്കില്ല, ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളെയോ ഇറാന്റെ ആണവ നിലയങ്ങളെയോ ഒരു രീതിയിലും ഒന്ന് നോക്കി ദഹിപ്പിക്കാൻ പോലും ശ്രമിക്കില്ല. ഇറാന് അങ്ങനെ എഴുതിയ ഉടമ്പടിയാണ് വേണ്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം വാക്കുകളോ ജൽപ്പനങ്ങളോ അല്ല, അന്താരാഷ്ട്ര ഉടമ്പടി. തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെല്ലാം നിർത്തിവെക്കുന്ന, എന്നേക്കുമായി നിർത്തിവെക്കുന്ന, ഇറാൻ ജനതയെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ. അന്താരാഷ്ട്ര കോടതിയോ UN ഇടപെടാതിരിക്കുമ്പോഴും ഇറാൻ വളരെ വ്യക്തമായി പറയുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി ചലിക്കുന്ന കുറേയധികം സംവിധാനങ്ങളാണ് ഇവയെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിച്ചതിനു ശേഷം ഇറാൻ അടങ്ങിയിരുന്നിട്ടില്ല. മറുപടി കൃത്യമായി ഇസ്രയേലിനും അമേരിക്കയ്ക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നോക്കൂ, യുദ്ധം തുടങ്ങിയിട്ട് 35 ദിവസങ്ങൾ പിന്നിടുന്നു. ഒരു രീതിയിലും ഇറാൻ അവരുടെ സൈനിക ബലം ക്ഷയിച്ചുവെന്നോ അല്ലെങ്കിൽ അവർ യുദ്ധത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി പിന്മാറുന്നു എന്നോ അല്ല പറയുന്നത്. മറിച്ച് കരയുദ്ധത്തിന് സജ്ജമാക്കി 12 ലക്ഷത്തിലധികം വരുന്ന സൈനികരെ തയ്യാറാക്കി നിർത്തുകയാണ്. നോക്കൂ, ഏത് രീതിയിലാണ് ഇറാൻ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, എത്ര ഗൗരവത്തോടെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. മുജ്തബ ഖമേനിയും മസൂദ് പെസക്സിയാനും എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം ഇറാനെ ശക്തി പ്രാപിപ്പിക്കുന്നു. അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെയധികം വിലയുണ്ട്. ഇന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനം സംരക്ഷിക്കേണ്ട, അവരുടെ പേർഷ്യൻ ഗാംഭീര്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയുണ്ട്. ഇറാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഉറപ്പ് കിട്ടാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറയുന്നിടത്താണ് ട്രംപിന്റെ എല്ലാ രീതിയിലുള്ള ജൽപ്പനങ്ങളും ഒളിഞ്ഞടുങ്ങുന്നത്.